നമസ്കാരം. KPCC ജനറൽ സെക്രട്ടറി ശ്രീമതി വിദ്യാ ബാലകൃഷ്ണനാണ് ഇന്ന് കൂടെയുള്ളത്. സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു മിന്നും വിജയത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസും UDFും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2001 ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് ഒരു MLA സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് മാത്രമല്ല, കാസർഗോഡ് കോൺഗ്രസിന് MLA ഇല്ല. അത്തരത്തിൽ മലബാർ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ഒരു കോൺഗ്രസിന്റെ പ്രകടനം എടുത്തു നോക്കിയാൽ അത് നിരാശാജനകമാണെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. ഇത്തവണ എന്താണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ? കോഴിക്കോട് ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്കൽ ബോഡി ഇലക്ഷനിൽ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വലിയ ട്രെൻഡായിരുന്നു UDFന് അനുകൂലമായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തിലാണ് 3 MP മാരും 13 നിയോജക മണ്ഡലത്തിലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF ലീഡ് പിടിച്ചിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത്. അതിനുശേഷം കടന്നു വന്നിട്ടുള്ള ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ചിട്ടയാർന്ന പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തുകൾ നമുക്കറിയാം, 44ഓളം പഞ്ചായത്തുകൾ ഇപ്പൊ UDF ഭരിക്കുന്ന ഒരു സാഹചര്യം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. 1-2 ടോസിലും നറുക്കെടുപ്പൊക്കെ ആയിട്ട് വന്നതാണെങ്കിൽ പോലും അത്രയധികം ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലേക്ക് ജനങ്ങൾ UDFന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ജനവിധി നൽകുന്ന ഒരു സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഒപ്പത്തിനൊപ്പം തോളോട് ചേർന്ന് നിന്നുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിപ്പം വരാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷനിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് തെക്കൻ ജില്ലയിൽ ഇപ്പം നമുക്കറിയാം, തിരുവനന്തപുരമൊക്കെ കോർപ്പറേഷനൊക്കെ BJP വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ തന്നെ പറയാം. ചില 7 സീറ്റിന്റെ ഡിഫറൻസ് ആണ് ഇടതുപക്ഷമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ 7 സീറ്റിന്റെ ഡിഫറൻസ് വരുന്ന സമയത്തും പലയിടങ്ങളിലും 14 വോട്ട്, 17 വോട്ട്, 15 വോട്ട് ഇങ്ങനെയുള്ള ഒരു 100-150 വോട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ തന്നെ ഒരു ചരിത്രം മാറ്റി എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം അടക്കം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കറിയാം, എല്ലാ നിയോജക മണ്ഡലത്തിലും കൃത്യമായിട്ടുള്ള വോട്ട് ഷെയർ UDFന് ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്, അതിശക്തമായിട്ടുള്ള. കോഴിക്കോട് എന്നുള്ളതല്ല പറയുന്നത്, കേരളത്തിൽ അതിശക്തമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത ഒരു വോട്ടിംഗ് പാറ്റേൺ ആ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിൽ വന്നു. അതേ രീതിയിൽ തന്നെ അസംബ്ലി ഇലക്ഷനിൽ വരുവാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ പറഞ്ഞ ചരിത്രം അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് MLA ഇല്ല എന്നുള്ളൊരു ചീത്തപ്പേര് ഞങ്ങൾ മാറ്റിയെടുക്കും. രണ്ടാമതായി ചോദിക്കാനുള്ളത്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ വലിയ ആവേശത്തോടു കൂടി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പറയുന്നു സ്ഥാനാർത്ഥി പട്ടിക ഫെബ്രുവരി ആദ്യവാരത്തോടു കൂടി അല്ലെങ്കിൽ 2ാം വാരത്തോടു കൂടി ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തിറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു വനിതാ MLA പോലും നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. UDF എന്ന് പറയാൻ ഒരു MLA ഇല്ല. അസോസിയേറ്റഡ് മെമ്പറായ RMPയുടെ രമ മാത്രമാണുള്ളത്. പിന്നീടാണ് ബൈ ഇലക്ഷനിൽ തൃക്കാക്കരയിൽ ഉമാ തോമസ് ജയിക്കുന്നത്. ഇത്തവണ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും AICC ജനറൽ സെക്രട്ടറിയും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പ്രാമുഖ്യം നൽകുന്നൊരു പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസ് പുറത്തിറക്കാൻ പോകുന്നത്. കോൺഗ്രസ് ഒരു ന്യൂ ജനറേഷൻ കോൺഗ്രസ് ആയി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കോൺഗ്രസില് കാലഘട്ടത്തിന് അനുകൂലമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ തവണ നമ്മളെ സംബന്ധിച്ച് കേരളത്തില് ഒരു കോവിഡും അതുപോലുള്ള പല കാര്യങ്ങള് അന്നത്തെ ഭരണത്തിന് അനുകൂലമായി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണയും UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക മികച്ചതായിരുന്നു. 50% യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 12ഓളം വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. 12 പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കേരളത്തില് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും ലിറ്ററസി നമ്മൾ 100% പറയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. വളരെ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ ശതമാനം എടുത്ത് നോക്കുകയാണെങ്കിലും 52% അല്ലെങ്കിൽ അതിന്റെ മുകളിലോ കേരളത്തിൽ സ്ത്രീകളാണ് വോട്ടർമാരായിട്ട് വരുന്നത്. അപ്പോൾ 52% സ്ത്രീകൾ വോട്ടർമാരായിട്ട് വരുന്ന കേരളത്തില് 8% MLA-മാരായിട്ട് ജനപ്രതിനിധികളായിട്ട് കടന്നു വരാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുള്ളൂ. മികച്ച നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, എല്ലാ രാഷ്ട്രീയ സംഘടനയും കൂടെയാണ് പേഴ്സണലി ഞാൻ 8% എന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം നമുക്ക് ആരെയും ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് വളരെ ദൗർഭാഗ്യകരമാണ്, നിർഭാഗ്യകരമാണ്.
പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാവണമെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പം സിറ്റിംഗ് MLA എല്ലാവരും അവര് തീർച്ചയായിട്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. പക്ഷെ അടുത്തൊരു കാറ്റഗറി നമുക്കറിയാം, ഒരു B ക്ലാസ് സീറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ B ക്ലാസ് സീറ്റുകളിലേക്ക് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും എടുത്ത് നോക്കുന്ന സമയത്ത്. പക്ഷെ അത് കേരളത്തിലും അതിന്റെ ഒരു അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലും ഉണ്ട്. പക്ഷെ അതിന്നൊരു B ക്ലാസ് സീറ്റുകളിൽ നിന്ന് കുറച്ചെണ്ണം സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജയിച്ചു വരാവുന്ന സാഹചര്യം ഉണ്ടാവും. നിങ്ങളെടുത്ത് പരിശോധിക്കുക, കഴിഞ്ഞ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 33% വന്നു, കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. അത് 50% വന്നു, അതും കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ആ 50% സ്ത്രീകൾക്ക് നമ്മൾ സംവരണം കൊടുത്തു അധ്യക്ഷന്മാരായിട്ട്. അത് ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലും അത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷനിലൊക്കെ ആണെങ്കിലും സ്ത്രീകൾ ഇത്തരം പദവികളിലേക്ക് വന്നെടുത്ത് അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തിക്കാനുള്ള കഴിവ് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴായിട്ട് പറയും സ്ത്രീകൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അതുപോലുള്ള പൊളിറ്റിക്കൽ പവർ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതൊക്കെ ഒരു വാദത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ടെങ്കിലും നിങ്ങളെടുത്ത് പരിശോധിച്ചു കേരളത്തിൽ എവിടെയാണ് സ്ത്രീകൾ ലോക്കൽ ബോഡിയിൽ അധ്യക്ഷന്മാരായി വന്നിട്ട് മോശമാക്കിയിട്ടുള്ളത്? അപ്പൊ അങ്ങനെ എവിടെയാണോ നമ്മൾ അവർക്ക് പ്ലേസ് കൊടുത്തിട്ടുള്ളത്, അവരെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്, ആ സ്ഥലങ്ങളിൽ അവർ കൃത്യമായിട്ട് ഇടപെടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് കോൺഗ്രസ് എന്നുള്ളതല്ല ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും കുറച്ചുകൂടെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം. CPM-ൽ കുറച്ച് പേരൊക്കെ കഴിഞ്ഞ തവണ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിലും അതേ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും പാർട്ടിക്ക് അധ്യക്ഷന്മാരായിട്ട് വനിതകൾ ഉണ്ടായിട്ടുണ്ട്. AICC-യുടെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ അധ്യക്ഷയായി നിന്നത് ശ്രീമതി സോണിയാഗാന്ധിയാണ്. 5 അധ്യക്ഷന്മാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വനിതകളായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സംഘടന, പൊളിറ്റിക്സ് നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് രാജ്യത്ത് RSS ആണെങ്കിലും BJP ആണെങ്കിലും അവരുടെ സംഘടനയിലൊന്നും ഒരു കാലത്തും സ്ത്രീകൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഇടതുപക്ഷത്തിലേക്ക് വരുന്ന സമയത്തും CPM പറയും ഞങ്ങൾ സ്ത്രീപക്ഷ സംഘടനയാണ്, കുടുംബശ്രീ ഞങ്ങൾ കൊണ്ടുവന്നതാണ്, സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, വനിതാ മതിൽ ഉണ്ടാക്കുന്നു, ശബരിമലയില് വനിതകളെ പ്രവേശിപ്പിക്കുന്നു, അങ്ങനെ ഞങ്ങളൊരു പുതിയ അല്ലെങ്കിൽ ഒരു നവ കേരളം കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നൊക്കെ പറയുന്ന സമയത്തും സംഘടനയുടെ ഒരു സിസ്റ്റം എടുത്ത് നോക്കുന്ന സമയത്ത് ബൃന്ദ കാരാട്ട് വന്നു എന്നല്ലാതെ CPM-ന്റെ ഉന്നതമായിട്ടുള്ള സമിതികളിലൊന്നും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ കോൺഗ്രസ് എല്ലാ കാലത്തും AICC ആണെങ്കിലും വർക്കിംഗ് കമ്മിറ്റി ആണെങ്കിലും ഒക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന ഒരു നിലപാട് കേരളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ഷനിൽ നല്ലൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ കൂടിയുള്ള ഒരു പുതിയ മെസ്സേജ് ആയിരിക്കും അത് കോൺഗ്രസ് പാർട്ടിക്ക് സമൂഹത്തിനും കൂടി കൊടുക്കാൻ കഴിയുന്നത്.